കെയർ ഓഫ് ആനന്ദിയുടെ എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജന് കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാർ നൽകിയതിൽ കേരളത്തിലെ സാംസ്കാരിക മണ്ഡലം 2 തട്ടിലാണ്. ജൂറി ഭാഷയോട് ചെയ്തത് വലിയ കുറ്റകൃത്യം എന്ന് സാഹിത്യകാരി ഇന്ദു മേനോൻ. മുത്തുച്ചിപ്പിയിൽ പ്രസിദ്ധീകരിക്കുന്ന വ്യക്തിക്ക് മുഖ്യ അവാർഡ് കൊടുക്കുന്നതും ഇനി പ്രതീക്ഷിക്കണമെന്നും കടുത്ത പരിഹാസം. അഖിലിൻ്റേത് സെൻസിബിലിറ്റി ഇല്ലാത്ത രചനകളെന്ന് കൽപ്പറ്റ നാരായണൻ. വിമർശനങ്ങളിൽ സാഹിത്യത്തിലെ വരേണ്യത നിഴലിക്കുന്നതായി അശോകൻ ചെരുവിൽ. ശശി തരൂർ, സന്തോഷ് ജോർജ് കുളങ്ങര, മനു എസ് പിള്ള, ജോസഫ് അന്നംകുട്ടി, ദീപ നിശാന്ത് ഇവരോടൊന്നുമില്ലാത്ത വിരോധം അഖിലിനോട് എന്തിനെന്ന് വിനിൽ പോൾ. വിവാദങ്ങളിൽ അഖിൽ തന്നെ മറുപടി പറയുകയാണ്. വിവാദങ്ങളിൽ അഖിൽ എന്തു പറയുന്നു എന്നന്വേഷിക്കുകയാണ് ന്യൂസ് പ്ലസ്. റാം കെയർ ഓഫ് ആനന്ദിയുടെ എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ തത്സമയം ചേരുന്നു. അഖിൽ, സ്വാഗതം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. വല്ലാത്ത പുകിലാണല്ലോ ചുറ്റും നടക്കുന്നത്. എന്താണ് തോന്നുന്നത്? സത്യത്തിൽ സങ്കടമുണ്ടോ ഈ വിവാദങ്ങളിൽ? എനിക്ക് ആദ്യമേ ഒരു വിഷമം സങ്കടമൊക്കെ തോന്നി. കാരണം നമ്മൾ കുട്ടിക്കാലം തൊട്ട് പേര് കേട്ടിട്ടുള്ള എഴുത്തുകാരുൾപ്പെടെ ഒരാളല്ലേ, ഒരു ജൂനിയറായിട്ടുള്ള ഒരാളല്ലേ. അപ്പോൾ ആൾക്ക് ഒരു അവാർഡ് കിട്ടുമ്പോൾ ഒരു അഭിനന്ദനം അറിയിക്കേണ്ടേ എന്നൊരു ഇതിൽ നിന്നിട്ട് മാറുക. പിന്നെ ഞാൻ ഓർത്തു അവരുടെ സ്പേസിൽ അവർക്ക് എന്ത് വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ട ഒരു പോസിറ്റീവ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൽപ്പറ്റ സാറാണെങ്കിൽ തന്നെ എൻ്റെ ബുക്ക് വായിച്ചു എന്നതാണ് ഞാൻ അതിൻ്റെ അകത്ത് കണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ. ഇപ്പോൾ ബുക്കിനെ പറ്റിയും എന്നെ ഒരു ബിസിനസ്സുകാരനെന്ന് പറഞ്ഞതിൽ നിന്നിട്ട് ഞാൻ എടുത്ത പോസിറ്റിവിറ്റി, എൻ്റെ ബുക്ക് അദ്ദേഹം വായിച്ചു. ഞാൻ കുട്ടിക്കാലത്തൊക്കെ എന്തോരം കേട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു കൃതി വായിച്ച് ഇഷ്ടപ്പെടാത്തത് വേറൊരു കാര്യം, വായിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം വരെ എത്തിയല്ലോ എൻ്റെ ബുക്ക് എന്നുള്ളൊരു സന്തോഷമാണ് അതിൻ്റെ അകത്തുള്ളത്. ഈ വിവാദങ്ങളിൽ ഏറ്റവും നടത്തിയിട്ടുള്ള പ്രസ്താവനകളിൽ ഇപ്പോൾ പലരുടേതായ പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അതിലേറ്റവും കുത്തിമുറിവേൽപ്പിച്ച പ്രസ്താവന ആരുടേതാണ്? അയ്യോ, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ എന്നെ പണ്ട് തൊട്ട് തന്നെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാറുണ്ട്. അതായത് എൻ്റെ 2010 കാലം തൊട്ട് ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നത്, ആ കാലം തൊട്ട് തന്നെ ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ ഒരു 10-15 വർഷമായിട്ട് ഈ അറ്റാക്കിങ് വരുന്നുണ്ട്. അതിപ്പോൾ എഴുത്തുകാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ, സാധാരണ ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും അങ്ങനെ എനിക്കിപ്പോൾ ഹേർട്ടാകത്തില്ല. നമ്മൾ കുറേ മുറിവേറ്റ് നമ്മൾ ഹാർഡായെന്ന് പറഞ്ഞ പോലെയാണ്. എന്നാലും വിഷമം ഉണ്ടായത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ചിലർ, പിന്നെ നമ്മുടെ അടുപ്പം ഉണ്ടെന്ന് തോന്നിയ ആൾക്കാർ പെട്ടെന്ന് അയ്യോ അവൻ അവാർഡ് കിട്ടിയപ്പോഴേക്കും പെട്ടെന്ന് തള്ളിപ്പറഞ്ഞത് കേട്ടപ്പോൾ ഒരു ഇതുണ്ടായി. പക്ഷേ ഇപ്പോൾ ഞാനത് അക്സെപ്റ്റായി, ഓക്കെയാണ്. പിന്നെ നമ്മൾ ഒരിക്കലും ഒരാളിൽ നിന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത് എന്നുള്ളൊരു പാഠം കൂടെ ഞാൻ പഠിച്ചു. അല്ലാതെ ഒരാളുടെ വ്യക്തി പറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ഹെർട്ടായി അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ല. ഞാൻ ഇനിയും മുന്നോട്ട് പോകും. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ഒരുപാട് പുസ്തകങ്ങൾ എഴുതുക, സിനിമ ചെയ്യുക, അതാണ്. അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഈ നേരത്തെ തന്നെ വിമർശനങ്ങളുമായി യൂസ്ഡ് ആണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ വിമർശിക്കുന്നവരുടെ ഒരു ലെവലാണ് കൂടിയതെന്ന് തോന്നുന്നു അല്ലേ? പണ്ട് ഫേസ്ബുക്കിൽ ഏറ്റിരുന്ന വിമർശനം ഇപ്പോൾ അതല്ലാതെ നമുക്കൊക്കെ അറിയാവുന്ന ജനപ്രിയരായ എഴുത്തുകാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ആ ലെവലിൽ ഒരു ലെവൽ മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ അഖിലിന്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയത് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഇപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി ഇപ്പോൾ ഇത്രയും ഒരു വിരലുണ്ടാവുന്ന ആൾക്കാർ ഇത്രയും വിമർശനങ്ങൾ നടത്തുമ്പോൾ, ഇവിടെ വേറൊരു സൈഡിൽ വലിയൊരു വിഭാഗം ആൾക്കാർ ഇത് നമ്മുടെ വിജയം എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരുടെ സാധാ പുസ്തകം വായിക്കുന്ന ഒരുപാട് കടുകട്ടി സാഹിത്യം അല്ലാതെ വായിക്കുന്നവരുടെ വിജയം എന്ന് പറയുന്ന ആൾക്കാരുടെ ഒപ്പമാണ് ഞാൻ നിന്നിട്ടത് സന്തോഷിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു സന്തോഷിക്കാനുള്ള ഒരു മൊമെൻ്റ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് ദിവസം ഈ വിഭാഗത്തിൻ്റെ പുറകെ നടന്നിട്ട് ഞാനിപ്പോൾ ആഘോഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരുമായിട്ടും നമ്മൾ സന്തോഷമാണ്. ഓരോ കൂട്ടുകാർ വന്നിട്ട് നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ എഴുത്ത് ജീവിതത്തിൽ കൂടെ നിന്നിട്ടുള്ള അവർ എഴുത്തുകാരും വലിയ ആൾക്കാർ പ്രൊഫൈലുള്ളവരൊന്നും അല്ല, നമ്മൾ സാധാരണക്കാരാണ്. അവർ എൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ സന്തോഷത്തിൽ ഞാൻ നിൽക്കുകയാണ്. വിവാദങ്ങളൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി പയ്യെ ഇരുന്നിട്ടെല്ലാം വായിച്ചു നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഈ പ്രധാനമായും ഇന്ദു മേനോൻ പറഞ്ഞിരിക്കുന്ന കാര്യം, അത് അഖിൽ പി ധർമ്മജൻ എന്ന എഴുത്തുകാരനെതിരെയല്ല പറഞ്ഞിരിക്കുന്നത്, ജൂറിക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇങ്ങനെയാണെങ്കിൽ മുത്തുച്ചിപ്പിയിൽ പ്രസിദ്ധീകരിക്കുന്നവർക്കും അവാർഡ് കൊടുക്കുമല്ലോ എന്ന് പറയുമ്പോൾ അത് ജൂറിക്കെതിരെ ഉള്ള ഒരു വിമർശനമായി മാത്രം നമുക്ക് കാണാൻ കഴിയുമോ? അവർ ആ തരത്തിലാണ് പറയുന്നത്, ജൂറിക്കെതിരെയാണ് എന്നാണ് പറയുന്നത്. അപ്പോഴും ആ വിമർശനം അഖിലിൻ്റെ എഴുത്തുകളോടുകൂടി ഉള്ളത് തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് എൻ്റെ എഴുത്ത് മാഡത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കാം. അതാണ് ഞാൻ വിചാരിക്കുന്നത്. വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരില്ല.
അപ്പോൾ മുത്തുച്ചിപ്പി വായിച്ച് എത്രയോ കേരളത്തിലെ ആൾക്കാരെ ഹരം കൊള്ളിച്ചിട്ടുള്ള ഒരു കഥകളാണ് മുത്തുച്ചിപ്പിക്കകത്തുള്ളത്. അപ്പോൾ അതിനെയും ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. അതും ഒരു ലെവൽ സാഹിത്യമാണ്. ഞാൻ എഴുതുന്നത് മുത്തുച്ചിപ്പിയായിട്ട് താരതമ്യം ചെയ്യുന്ന എൻ്റെ അതിനകത്ത് ബിറ്റ് സീനുകളൊന്നും റാം കെയർ ഓഫ് ആനന്ദിക്കതില്ല. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബിറ്റ് സീനുകൾ ഉണ്ടെങ്കിൽ ഓക്കെ, ഞാനും ഓക്കെ മുത്തുച്ചിപ്പി ഓക്കെ അംഗീകരിക്കുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. പിന്നെ മാഡത്തിന് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാഡത്തിന് എൻ്റെ കഥ വായിച്ചപ്പോൾ അപ്പോൾ മുത്തുച്ചിപ്പിയായിട്ട് തോന്നിയിട്ടുണ്ടാവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മാഡത്തിനോട് വിരോധമൊന്നുമില്ല. മാഡത്തിനെ ഇപ്പോൾ ഈ കഴിഞ്ഞ KLF-ന് പോലും നമ്മൾ സംസാരിച്ചതൊക്കെയാണ്. മാഡം അപ്പുറം ഇരുന്ന് കഴിച്ചപ്പോൾ ഞാനും ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ ഇനിയും ഇപ്പോൾ KLF ഉണ്ടാവുമല്ലോ, ഞാനും അതിൻ്റെ അകത്ത് ഉണ്ടാവും, മാഡം ഉണ്ടാവും. മാഡത്തിന് ഇനി കാണുമ്പോഴും ഞാൻ സംസാരിക്കും, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒരു ജസ്റ്റ് സംസാരിച്ച് പോകുന്നതാണ്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ചെറിയ ആയുസ്സാണ്. നമ്മൾ ആൾക്കാരെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ഓരോ ടൈം കളയാതെ നമ്മുടെ എഴുത്തിൽ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോവുക, ഇനിയും പുസ്തകങ്ങൾ എഴുതുക, ഈ സമൂഹത്തിന് വേണ്ടി പുതിയ പുസ്തകങ്ങൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. നമ്മളൊരാളെ കുറ്റം പറഞ്ഞിട്ട് ഒരു മിനിറ്റ് നമ്മുടെ ലൈഫിൽ നിന്ന് കളയാണ് നമ്മുടെ ആയുസ്സിൽ നിന്നാണ് പോകുന്നത്. ഒരു പ്രയോജനമില്ലാത്തൊരു കാര്യമാണ് മറ്റൊരാളെ കുറ്റം പറയുക. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ പറയുന്നത് മാഡത്തിൻ്റെ സ്പേസിൽ നിന്നിട്ട് മാഡം ഫ്രീഡം എടുത്തിട്ട് മാഡത്തിന് പറയാനുള്ള അധികാരമുണ്ട്. അപ്പോൾ മാഡം അതിനുവേണ്ടി സമയം വിനിയോഗിക്കുന്നു. ഞാൻ അതിൽ നിന്നിട്ട് മാറിയിട്ട് ഞാൻ അതിനൊന്നും പ്രതികരിക്കാതെ എൻ്റെ എഴുത്തുകൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ സന്തോഷിക്കുന്നു കൂട്ടുകാരോടൊപ്പം, അതിൽ മുന്നോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. അഖിൽ, എല്ലായ്പ്പോഴും ഈ ജനപ്രിയ സാഹിത്യം ഇത്തരത്തിൽ, ജനപ്രിയ രചനകൾ ഇത്തരത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചങ്ങമ്പുഴയുടെ രമണനാണെങ്കിൽ അത് അക്കാലത്ത്, ബെന്യാമിൻ്റെ ആടുജീവിതമാണെങ്കിൽ അത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാലത്ത് ഒക്കെ ഒരുപാട് വായിക്കപ്പെടുന്ന കൃതികൾ ഇത്തരത്തിലൊക്കെ തന്നെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അഖിലിന് തന്നെ ഇതൊരു പുത്തരിയല്ല എന്ന് പറയുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ നേരത്തെയും വന്നിട്ടുണ്ട് അഖിലിൻ്റെ രചനകൾക്കെതിരെ കൂടി. അപ്പോൾ ആ നിലയ്ക്ക് ഒരു വിമർശനമാണ് ഇപ്പോൾ, ഒരു അവാർഡ് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു രൂക്ഷത കൂടി എന്ന് മാത്രം. ആരെങ്കിലുമൊക്കെ വിളിച്ച് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ടോ അഖിലിന്? സാഹിത്യ ലോകത്ത് നിന്നുള്ള അത്തരം സപ്പോർട്ടുകൾ ഇപ്പോൾ അശോകൻ ചെരുവിലിനെ പോലുള്ളവർ പരസ്യമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിനിൽ പോളിനെ പോലുള്ളവരും അത്തരത്തിൽ സപ്പോർട്ടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അഖിലിനെ നേരിട്ട് വിളിച്ച് ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഈ വിഷയത്തിൽ? ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. എന്നെ കൂടുതലായിട്ടും വിളിക്കുന്ന ആരാന്നറിയോ? പുസ്തക കച്ചവടക്കാരാണ്. അതായത് ട്രെയിനിലും ബസ്സിലൊക്കെ കൊണ്ടുനടന്ന് വിൽക്കുന്നവരും ചെറിയ പുസ്തകശാലകളിലുള്ളവരൊക്കെ വിളിക്കുന്നത്. മോനെ നീ ധൈര്യമായിട്ട് ഇരിക്കുക. കാരണം ഞാൻ എഴുതുന്ന ഓരോ പുസ്തകത്തിൽ ഇവരുടെ വീട്ടിൽ അരി വാങ്ങുന്നുണ്ട്, പച്ചക്കറി വാങ്ങുന്നുണ്ട്, ഇവരുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. എൻ്റെ പുസ്തകം കച്ചവടം ചെയ്യുന്നതിൽ ഒരു ഭാഗം അവരുടെ ഇതിലേക്കും കൂടെയാണ് പോകുന്നത്, ഏണിങ്സിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഇവർ വിളിച്ചിട്ട് എന്നെ ധൈര്യപ്പെടുത്തുക, നീ മനസ്സിൽ തളരരുത്, നീ മുന്നോട്ട് എഴുതണം, നീ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കണമെന്ന്. കാരണം എന്ന് പറയാൻ പറഞ്ഞല്ലോ, ഇത് കണക്റ്റഡ് ആണ്. ഈ പുസ്തകം കൊണ്ട് ജീവിക്കുന്ന ഒരു പബ്ലിഷിംഗ് കമ്പനിയിൽ എത്ര ആൾക്കാർ ജോലി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബുക്ക് വിറ്റിട്ട് എത്രയോ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് പുതിയ തലമുറയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നവർ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ നമ്മളെ തളർത്താൻ ശ്രമിച്ചാലും ഈ പറയുന്ന സാധാരണക്കാർ, എഴുത്തുകാർ വിളിക്കുന്നുണ്ട് ഒരുപാട് പേരെങ്കിലും, എനിക്ക് എൻ്റെ താങ്ങും തണലുമായിട്ടുള്ളത് ഈ പുസ്തക കച്ചവടക്കാരും പിന്നെ സാധാരണ വായനക്കാരും ഒക്കെയാണ്. അവരെല്ലാവരും വിളിച്ചിട്ട് ഇപ്പോൾ കൂടെ വിളിച്ചിട്ട് സപ്പോർട്ട് അറിയിക്കുന്നുണ്ട്. അതിൽ സന്തോഷമാണ്. അഖിലിൻ്റെ വായനക്കാർ ഈ ഒരുപാട് കുട്ടികളുണ്ട്, ജെൻസി കുട്ടികൾ. നമ്മൾ അവരെ ജെൻസി കുട്ടികൾ വലിയ തോതിൽ അവർ വായനയിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്നതിനിടെയാണ് ഇപ്പോൾ എനിക്ക് തന്നെ വ്യക്തിപരമായ അനുഭവം, മാംഗ സീരീസൊക്കെ വായിച്ചുകൊണ്ടിരുന്ന എൻ്റെ മോൻ വളരെ പെട്ടെന്ന് ഒരു മലയാളം പുസ്തകം റാം കെയർ ഓഫ് ആനന്ദി എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അത് എല്ലാ രക്ഷിതാക്കളിലും ഒരു സന്തോഷമുണ്ടാക്കും. അതാ ഒരു മലയാളം പുസ്തകം കുട്ടികൾ അന്വേഷിക്കുന്നു എന്ന നിലയ്ക്ക്. അത്തരത്തിൽ സന്തോഷിക്കുന്ന ഒരുപക്ഷെ ഒരുപാട് കുട്ടികളും കുട്ടി ആരാധകരും രക്ഷിതാക്കളും ഒക്കെ കാണും അല്ലേ അഖിലിന്? തീർച്ചയായിട്ടും. ഇപ്പം മാഡം പറഞ്ഞല്ലോ മാഡത്തിൻ്റെ കുട്ടീനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ എത്രയോ രക്ഷിതാക്കൾ വിളിച്ചിട്ട് എന്നോട് പറയുന്നുണ്ടെന്നറിയോ, ആദ്യമായിട്ട് അത് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ട്, ആദ്യമായിട്ട് വിളിച്ചിട്ട് പറയാണ് മലയാളം. പിന്നെ ചില കുട്ടികളും മലയാളം ഇത്തിരി വായിക്കാൻ പ്രയാസമുള്ളവർ പോലും കുറച്ച് സമയം എടുത്ത് പോലും ഇതിൻ്റെ അകത്ത് വായിച്ചു. ആ കുട്ടികൾ ഇപ്പം മലയാളം പുസ്തകങ്ങൾ പഴയ ഒരുപാട് എഴുത്തുകാരിലേക്ക് പോയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ സാറിൻ്റെ ബുക്കുകൾ വായിക്കുന്നു, ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുന്ന ആൾക്കാരൊക്കെ കുട്ടികളെന്ന് കേട്ടപ്പോൾ ഞാൻ ദൈവമേ, ഞാൻ ഈ പ്രായത്തിൽ ഇത് എനിക്ക് വായിക്കാൻ പറ്റിയില്ലോ എന്ന് പോലും അത്ഭുതമുണ്ട്. അപ്പോൾ എൻ്റെതെന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ചവിട്ടുപടിയാണ്, വായനയിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുവരേണ്ട ഒരു ചവിട്ടുപടിയാണ്. അപ്പോൾ ആ ചവിട്ടുപടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ മുകൾ തട്ടിലുള്ളവരുടെ ബുക്കുകൾ തീർച്ചയായിട്ടും എത്തുന്നതിന് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യുക. പക്ഷേ ഈ ചവിട്ടുപടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ എങ്ങനെ എത്തും അവർ? ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ.
വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ കൂടിയാണ് ഈ പുസ്തകം ഒരുപാട് പേരിലേക്ക് എത്തിയത് എന്നുള്ളത് പോസിറ്റീവായും നെഗറ്റീവായും പറയുന്നവർ ഉണ്ട്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അത് അഖിൽ ഒറ്റയ്ക്ക് തന്നെ ആവിഷ്കരിച്ചതാണോ, അതിന് കൂട്ടുകാരുടെയൊക്കെ പിന്തുണയുണ്ടോ, അതെങ്ങനെയാണ് അങ്ങനെ ആ രീതിയിൽ തന്നെ ഈ പുസ്തകങ്ങളെ കൃത്യമായി മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു പാതയിലേക്ക് അഖിൽ എത്തിയത് എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ഞാൻ മാർക്കറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് എങ്ങനെ മാർക്കറ്റിംഗ് ആയെന്ന്, മാർക്കറ്റിംഗ് അല്ല ആൾക്കാരിലേക്ക് എത്തിയെന്ന് പറഞ്ഞിട്ട് KLF ഈ വർഷമല്ല കഴിഞ്ഞ വർഷത്തെ KLF-ൽ ഞാൻ എൻ്റെ അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കുന്ന 3 ഒരെണ്ണം ഇതാണ്. ഒരു വീഡിയോ ഉണ്ട്, അത് നോക്കി പ്രേക്ഷകർക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. ആ വീഡിയോ ഞാൻ എടുക്കുന്നത് എനിക്കൊരു സെൽഫ് മോട്ടിവേഷൻ ആയിട്ട് തന്നെ ഇടയ്ക്ക് എടുക്കുന്നത്. ഞാൻ ചിലപ്പോൾ തളർന്നു പോകുമ്പോൾ, കാരണം ഒരുപാട് പേര് എൻ്റെ മുന്നിൽ ഇങ്ങനെ വരിയായിട്ട് നിന്നിട്ട് എൻ്റെ ഒപ്പ് വാങ്ങുന്ന ഒരു സീനാണത്. ആ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ വന്നപ്പോൾ അന്ന് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു, ഇതാരാണ്, ഇവനാരാണ്. ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ആണ് വൈറലാകുന്നത്. ഇതാരാണ്, ഇത് ഏത് ബുക്കാണെന്നും പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ ചിലതിനൊക്കെ ഞാൻ റിപ്ലൈ ഇട്ടു, എൻ്റെ പേര് അഖിൽ എന്നാണ്, ഈ ബുക്കാണ്, ഇത് സൈൻ ചെയ്യുന്നവർ. അപ്പോൾ കുറേ ആൾക്കാർ അത് കണ്ടിട്ട് ബുക്ക് വാങ്ങാനായിട്ട് തുടങ്ങി. ആ വാങ്ങിയ ആൾക്കാർ പലരും റിവ്യൂ ഇടാൻ തുടങ്ങി. ചിലർ റീൽസായിട്ട് ചെയ്തു, ചിലർ ഫോട്ടോഷൂട്ട് നടത്തി. ആ സമയത്ത് കല്യാണം ഉണ്ടായിരുന്നവർ സേവ് ദ ഡേറ്റ് എടുത്തു. അങ്ങനെ ആ ഒരു അതിൻ്റെ കവർ ഉൾപ്പെടെ ഹരിൻ കൈരളി പുന്നപ്ര എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കവർ ഉൾപ്പെടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഇലക്ഷന് വേണ്ടി ഉപയോഗിച്ചു. അല്ലാതെ അമൂലും മിൽമ എല്ലാ കമ്പനികളും ഉപയോഗിച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ആഘോഷമായി. മലയാളികളെല്ലാം കൂടെ ആഘോഷിച്ചു. ജെൻസി പിള്ളേരും മാത്രമല്ല, പ്രായമുള്ളവരും എല്ലാവരും, എല്ലാ പ്രായത്തിലുള്ളവരും ആഘോഷിച്ചൊരു പുസ്തകമാണ്. അതിപ്പം മാർക്കറ്റിംഗ് ആയിട്ട് എനിക്ക് അമൂലിൻ്റെ ഇതിൽ വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പൈസ കൊടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവരങ്ങനെ എടുക്കുകയോ ഇല്ല. മിൽമ അങ്ങനെ എടുക്കുകയോ ഇല്ല. ലുലു ബ്രാൻഡ് അങ്ങനെ എടുക്കുകയോ ഇല്ല. അങ്ങനെയുള്ള ഒരുപാട് ബ്രാൻഡുകളൊക്കെ വന്നപ്പോഴാണ് ആൾക്കാരിലേക്ക് ഇത് എത്തിയത്. ഇത് മലയാളികൾ എല്ലാവരും കൂടെ നടത്തിയ ഒരു ആഘോഷമായിരുന്നു റാം കെയർ ഓഫ് ആനന്ദി. അത് എല്ലാ പുസ്തകങ്ങൾക്കും കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ ആ മാർക്കറ്റിംഗ് സെയിം എൻ്റെ ആദ്യത്തെ 2 ബുക്കുകൾക്ക് പറ്റും. അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ പുതിയ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് രാത്രി 10-ന് ശേഷം, അതിനും എനിക്ക് പറ്റും. ഈ പറയുന്ന എഡിഷൻസ് പോവും. ഇത് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു മാജിക്ക് മാത്രമാണ്. മലയാള സാഹിത്യത്തിനെന്നല്ല, എവിടെയാണെങ്കിലും ഒരു പുസ്തകത്തിന് സംഭവിക്കുന്ന ഒരു മാജിക്കാണ്. അത് എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. പിന്നെ മലയാളികളുടെ എല്ലാവരും സപ്പോർട്ട്. ഈ പറഞ്ഞ ജെൻസി പിള്ളേർ മൊബൈലിൽ നോക്കി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്ഷേപമാണ്. ആ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മൊബൈലെടുത്ത് പുറത്തോട്ട് ഇറങ്ങി ബുക്കുമായിട്ട് റീൽ ചെയ്തു. ചിലർ പറഞ്ഞ് ഇവന്മാർ ഫോട്ടോ എടുത്ത് വെറുതെ ഇടുകയാണ്. അതും ഒരു ആക്ഷേപമായിരുന്നു. ചുമ്മാ ബുക്ക് സ്റ്റാളിൽ പോയി ഫോട്ടോ എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും, ആ കുട്ടികൾ നല്ല വിശദമായിട്ട് അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അക്ഷരത്തെറ്റുണ്ടാവും, പക്ഷേ കുഴപ്പമില്ല. എഫേർട്ട് അവരെടുത്തല്ലോ, അതിനു വേണ്ടിയിട്ട് അവർ ബുക്ക് വായിച്ചല്ലോ, അത് മാത്രം കണ്ടാൽ മതി. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. റാം കെയർ ഓഫ് ആനന്ദി സിനിമ ആകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള റിപ്പോർട്ടുകൾ കണ്ടിരുന്നു. അതിൻ്റെ വർക്കൊക്കെ ഏതുവരെ എത്തി? അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കഥ എഴുത്തൊക്കെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ആൾക്കാർ സ്നേഹിച്ച ഒരു പുസ്തകമായതുകൊണ്ട് തന്നെ അത്രയും നന്നായിട്ട് തന്നെ അത് സിനിമയായിട്ട് വരണമെന്നുള്ളതുകൊണ്ട്, പിന്നെ അതിൻ്റെ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആകുന്നതേ ഉള്ളൂ. വൈകാതെ തന്നെ അതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരെയും തിയേറ്ററിൽ ബുക്ക് സാറ്റിസ്ഫൈ ചെയ്യിച്ച ആൾക്കാർ അതിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ തിയേറ്ററിൽ വരുമെന്നാണ് എൻ്റെയും എല്ലാവരുടെയും പ്രൊഡക്ഷൻ ടീമിലുള്ളവരുടെ എല്ലാവരുടെയും ആഗ്രഹം. അഖിൽ, അവസാനമായി ഒരു കാര്യം കൂടി. അഖിലിൻ്റെ ഒരു സാഹിത്യ വായന ഏത് തരത്തിൽ ഉള്ളതാണ്? അതിൽ അഖിലിനെ സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാർ ആരൊക്കെയാണ്? ചിലപ്പോൾ ഒരുപാട് പേരുണ്ടാകാം, എങ്കിൽ പോലും. എനിക്ക് കുട്ടിക്കാലത്ത് ഞാൻ എഴുതി തുടങ്ങിയത്, ഞാൻ സ്വന്തമായിട്ട് കഥകൾ ഈ കഥ പറഞ്ഞ് കുട്ടികളോടൊക്കെ ക്ലാസ്സിൽ പോയിട്ട് കഥ പറയും ചെറുപ്പത്തിൽ. അപ്പോൾ ഈ പറയുന്ന നാട്ടിൽ കേൾക്കുന്ന കഥകളൊക്കെ പോയി പറഞ്ഞിട്ടാണ് എനിക്കൊരു ശീലം. അപ്പോൾ ഞാൻ ബുക്ക് വായിച്ചിട്ടല്ല എഴുത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബുക്ക് വായിക്കുന്നവർക്കറിയാം, ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് അതിന് ശേഷമാണ് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വായന തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ബേസിക്കലി നമ്മൾ ആദ്യമേ ചെല്ലുമ്പോൾ വായിക്കുന്ന കോട്ടയം പുഷ്പനാഥ് സാറ്, ബാറ്റൺ ബോസ്, അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനുശേഷം മാധവിക്കുട്ടി മാഡത്തിലേക്കും വൈക്കം മുഹമ്മദ് ബഷീർ സാറ്, പിന്നെ OV വിജയൻ സാറിലേക്കൊക്കെ ഞാൻ എത്തുന്നത് അതിന് ശേഷമാണ്. ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള കോട്ടയം പുഷ്പനാഥ് സാറും ബാറ്റമോൺ സാറും ഏറ്റുമാനൂർ ശിവകുമാർ സാറും ഒക്കെ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് ഇപ്പോൾ ഓക്കെ എന്നെ ഭയങ്കരമായിട്ട് നിലവാരം കുറച്ച് കാണുന്നുണ്ട്. പക്ഷേ അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് റാം കെയർ ഓഫ് ആനന്ദി അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും പുസ്തകമാകുന്നുണ്ട്. അപ്പോൾ എൻ്റെ വായന ഇപ്പോൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ലേറ്റസ്റ്റ് വായിച്ചിട്ടുള്ള ഹരീഷ് സാറിൻ്റെ പട്ടുനൂൽപ്പുഴുവാണ്.
അതിഗംഭീര വർക്കാണ്. എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്നിലെ വായനക്കാരനെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ എന്നിലുള്ള എഴുത്തുകാരനെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വായന ഇപ്പോൾ റീസെൻ്റ്ലി പട്ടുനൂൽപ്പുഴുവാണ് ഉണ്ടായിട്ടുള്ളത്. അതിഗംഭീര വർക്കാണ്. ഇത് കാണുന്നവർ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു വർക്കാണ്. ഇപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ എൻ്റെ ബുക്കും വേറെയുള്ള ബുക്കുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും കമ്പയർ ചെയ്യേണ്ട. അതിലൊക്കെ വേറെ ലെവൽ ബുക്കുകളാണ് നമ്മുടെ മലയാള സാഹിത്യത്തിലുള്ളത്. അപ്പോൾ പിള്ളേർ വായിച്ചോട്ടെ, സ്റ്റാർട്ടറായിട്ട് ഇത് ഉപയോഗിച്ചോട്ടെ, അതിനുശേഷം അവരെത്തും എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. നന്ദി അഖിൽ പി ധർമ്മജൻ നമ്മളോട് ഈ വർത്തമാനത്തിന് എത്തിയതിന്. മാത്രമല്ല വായന തുടങ്ങുന്നവർക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആകുന്നതിലെ ആനന്ദം കൂടിയാണ് അഖിൽ പി ധർമ്മജൻ നമ്മളോട് പങ്കുവച്ചത്.